നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇപ്പൊ സത്യം പറഞ്ഞു ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ വയ്യാത്ത അവസ്ഥയായി. എന്ത് ചെയ്യാനാ? വിഷ്ണുട്ടന്റെ ഫോൺ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിന്ന് വിളിച്ച് അമ്മയോടൊന്ന് സംസാരിച്ച ചിലപ്പോൾ അമ്മയ്ക്ക് വിശ്വാസമാവും. വിഷ്ണുട്ടൻ ദാസനൊപ്പം ഒരിടം വരെ പോയിരിക്കുകയാണെന്ന് ഞാൻ സത്യം കൊണ്ട് പറഞ്ഞിരിക്കുന്നത്. നാളെ വരുള്ളൂ എന്ന് സത്യമ്മയോട് പറയണം. ഇത്രയും നിയമമൊക്കെ അറിയായിരുന്നിട്ടും അത് ലംഘിക്കുന്നത് ശരിയാണോ കളക്ടർ മാഡം? പോലീസ് കസ്റ്റഡിയിലുള്ള ഒരാൾക്ക് പുറത്തുനിന്നൊരാൾ ഫോൺ കൊണ്ട് കൊടുക്കുന്നത് നിയമലംഘനമാണെന്ന് മാഡത്തിന് അറിയാലോ. അതും പോലീസിന്റെ സമ്മതമില്ലാതെ. വേറെ ആരോടും അല്ല, വിഷ്ണുട്ടന്റെ അമ്മയോടാ. നിയമത്തിന് മുന്നിൽ അമ്മയൊച്ചനൊന്നും ഇല്ല മാഡം. ശാലിനി, സാരമില്ല, എനിക്ക് സംസാരിക്കണ്ട. ഇയാൾ അമ്മ എങ്ങനെയും മാനേജ് ചെയ്താൽ മതി. സർ, ഈ ഫുഡ് കൊടുത്തോട്ടെ. അയ്യോ, അതൊന്നും പറ്റില്ല, അതൊട്ടും പറ്റില്ല. നിങ്ങൾ ഇതിനകത്ത് വിഷമിട്ടിട്ടില്ലെന്ന് എനിക്കെന്താ ഉറപ്പ്? സർ, ഞാൻ വിഷ്ണുട്ടന്റെ ഭാര്യയാണ്. അതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പങ്കാളിക്ക് കഷായം കൊടുത്ത് കൊല്ലുന്ന പെണ്ണുങ്ങളുണ്ട്. ഒരു കുടുംബത്തിന് ഒന്നടങ്ക സൈനൈഡ് കൊടുത്ത് കൂട്ടക്കൊല ചെയ്യുന്ന ഭാര്യമാരുണ്ട്. കാമുകനൊപ്പം പോകാൻ സ്വന്തം കുഞ്ഞിനെ വരെ കടൽ ഭിത്തിയിൽ അടിച്ചു കൊല്ലുന്ന പെണ്ണുങ്ങൾ വേറെ. മാഡം അക്കൂട്ടത്തിലെങ്ങാനും പെട്ടതാണെങ്കിൽ ഞാൻ തൂങ്ങില്ലേ? എന്റെ കസ്റ്റഡിയിലുള്ള പ്രതിയല്ലേ ഇത്? എനിക്കാ ഉത്തരവാദിത്തം. സർ, ഞാൻ ഓവർ സ്മാർട്ട് കളിക്കുമ്പോ ഇതൊക്കെ ആലോചിക്കണം കളക്ടറമ്മേ. സഹദേവനെ വരട്ടാൻ ധൈര്യം കാട്ടിയ സ്ഥിതിക്ക് ഇനിയെല്ലാം അതിൻ്റെ മുറ പോലങ്ങ് നടക്കട്ടെ. ഞാനിവനെ നാളെ എൻ്റെ സൗകര്യം എപ്പോഴാന്ന് വച്ചാ അപ്പ കോടതിയിൽ ഹാജരാക്കും. മാഡത്തിന് പറ്റുമെന്നുണ്ടെങ്കിൽ ജാമ്യത്തിലെടുത്തോണ്ട് പോ. എന്നിട്ടാവാം അമ്മയും മക്കളും വട്ടം കൂടിയിരുന്നുള്ള സംസാരവും വിരുന്നൂട്ടലും ഒക്കെ. സർ, ശാലിനി, വിഷ്ണുട്ട, അല്ല, ഇയാള് പോ. അല്ല, അത് തന്നോട് പോവാനാ പറഞ്ഞേ. അതെ അതെ, ദാ ഇതൂടെ വച്ചോ. ഉള്ളുന്നുണ്ടല്ലടാ, ഉള്ളണം. പോലീസ് എന്ന് പറഞ്ഞ പവറാടാ, പവർ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.